ഹായ്, ഞാൻ ഷബീദ ഭാവി. എനിക്ക് 2-3 മാസമായിട്ടൊരു അജണ്ട ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയെങ്കിലും ആ ബിഗ് ബോസ് എന്ന പരിപാടിയിൽ തള്ളിപ്പിടിച്ചോണ്ട് പോകണമെന്ന്. അപ്പം അതിനെന്താണ് വേണ്ടത്? അറ്റൻഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും കഴിവുള്ള കാര്യം കാണിക്കണം. എനിക്കാണെങ്കിൽ കഴിവൊന്നുമില്ല, ബിക്കോസ് അയമേ കഴിവേറി. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുക, നന്നായിട്ട് നല്ല രീതിയിലൊക്കെ ആയിട്ട് പോകുന്ന ഇൻഫ്ലുവൻസറിനെ അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്ററിനെ അവരെ എടുക്കുക, എന്നിട്ട് അവരെ പറ്റി നല്ല രീതിയിൽ തന്തയില്ലായ്മ പറയുക. അപ്പൊ അതേ എനിക്ക് ആകെ അറിയത്തുള്ളൂ. അപ്പം നമുക്ക് ദേനെ എടുക്കാം. കാരണം ദയാണ് അത്യാവശ്യം ഇപ്പൊ നല്ല രീതിയിൽ പോകുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ്. കാരണം ഇതിനു മുമ്പ് കുറെ ആൾക്കാരെ എടുത്ത് അവരൊന്നും ആരും മൈൻഡ് ചെയ്തില്ല. അപ്പൊ നമുക്ക് ഈ ഒരു പെങ്കൊച്ചിനെ പറ്റി എടുക്കാം. അപ്പൊ തുടങ്ങാം. എടി നിനക്ക് നാണം ഉണ്ടോ? നിന്റെ തള്ള എങ്ങനെയാണോ നിന്നെ വളർത്തിയത്? തുണി കൊടുക്കടി, നീ തുണി എടുത്ത് അത്രയ്ക്ക് നീ ബസ് സ്റ്റാൻഡിൽ പോയി നില്ല. നീ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കണേ. നീ അവള് ആണുങ്ങളെ കാണാൻ വേണ്ടി ആണുങ്ങൾ വന്ന് കഴുകണം അവളെ. അവളെ നിനക്ക് നാണം ഉണ്ടോടി? അവള് തുണി ഉടുക്കാതെ നടക്കുന്നത്. അവള് നിന്നെ തുണി ഉടുപ്പിക്കാൻ ഞാൻ പഠിപ്പിക്കാം. എങ്ങനെ തുണി ഉടുക്കുന്നേന്ന് തുണി ഉടുത്ത് നിന്നെ പഠിപ്പിച്ചിട്ട് ഞാൻ അടങ്ങും. തുണി ഉടുക്കാതെ അവള് വന്നേക്കും. നമ്മൾ ആണുങ്ങളെ അവള് കാണിക്കണം. അവൾക്ക് വലിയൊരു സ്ട്രക്ചറുള്ള ഒരു ബോഡി ഉണ്ട്. പിന്നെ എനിക്ക് നിന്റെ ബോഡി ആയിട്ട് അസൂയൊന്നുമില്ല. എന്റെ ഈ ചക്കപ്പുഴുക്ക് കണക്കിരിക്കുന്ന എന്റെ ബോഡി എനിക്കുണ്ട്. എന്ന് വെച്ചാൽ നിന്റെ സ്ട്രക്ചർ ആയിട്ടുള്ള ബോഡി ആയിട്ട് എനിക്ക് അസൂയൊന്നുമില്ല. ഇപ്പൊ കുറെ എണ്ണം തെളിപ്പിടിച്ചോണ്ട് വരും. എനിക്ക് അവരുടെ അടുത്തൊക്കെ ഒന്നേ പറയാനുള്ളൂ, ഇന്ത്യ മഹാരാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അവർക്ക് വസ്ത്രധാരണ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വെച്ചിട്ട് ഒരു ക്യാമറ ഓണാക്കി എന്ത് തന്തയില്ലായ്മയും എന്ന് പറയാന്ന് വിചാരിച്ച കേരളത്തിലെ പെൺപിള്ളേർ നിങ്ങളെ കയറി ഉടുക്കും. പിന്നെ എനിക്ക് അല്ലാണ്ടൊരു കാര്യം പറയുന്നത് വെച്ചാൽ, ഇനി ഇവരുടെ വീഡിയോ അങ്ങനെ റീഷെയർ ചെയ്യുക, ടാഗ് ചെയ്യുക, അതൊന്നും ചെയ്യണ്ട. എല്ലാവരും ഒന്ന് റിപ്പോർട്ട് അടിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ള അവർക്ക്. സീരിയസ് ആയിട്ട് ഇനി ആലോചിക്കുക, എന്തൊക്കെ വാക്കുകളാണ് പറയുന്നത്. എനിക്ക് വീഡിയോയ്ക്ക് അത് മൈൻഡിൽ വന്ന അവർ പറയുന്ന വാക്കുകൾ പറയുന്നത്, പക്ഷെ അത് വരുന്നില്ല. തമാശക്കായി പോലും അത് വരുന്നില്ല. എങ്ങനെയെങ്കിലൊക്കെ കയറിപ്പോയാൽ മതി എന്നുള്ള രീതിയിൽ. പിന്നെ ബസ് സ്റ്റാൻഡിലൊക്കെ പോയി നിൽക്കുക. ഇവർ മിക്കവാറും പല ബസ് സ്റ്റാൻഡുകൾ പല സമയങ്ങളിൽ പോയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ ഇടയ്ക്കിടയ്ക്ക് ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കും, ബസ് അവിടെ പോയി നിൽക്കി. എന്നാലല്ലേ എനിക്ക് ശരിക്കും ഇങ്ങനത്തെ ഉള്ള ഷിറ്റ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റി വീഡിയോസ് എടുക്കാൻ ഒട്ടും താല്പര്യമില്ല. പക്ഷെ എൻ്റെ അൽഗോരിതമാണെങ്കിൽ ഇവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഫ്രണ്ട്സ്, പുള്ളിക്കാരി എൻ്റെ ഫ്രണ്ടാണ്. അപ്പം ഇവളുമായിട്ട് കണക്ട് ചെയ്ത സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ പറ്റുന്നില്ല. എനിക്ക് വെച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണുമ്പിള്ള പെൻഷൻ പറ്റിയത് അല്ലെങ്കിൽ വലിച്ച് കീറിയത്.